കലൂർ സ്റ്റേഡിയത്തിലെ ആ അപകടം, ആ ഗാലറിയിൽ നിന്ന് വീണുള്ള അപകടം, അതിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എംഎൽഎയുടെ നിലയിൽ വലിയ മാറ്റമില്ല. ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് എംഎൽഎ എന്നാണ് അറിയാൻ കഴിയുന്നത്, അല്ലേ? തലയിലെ ആന്തരിക രക്തസ്രാവം കുറഞ്ഞെങ്കിലും ശ്വാസകോശത്തിലെ നീർക്കെട്ട് കൂടിയിട്ടുണ്ട്. എംഎൽഎ ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. പരിപാടിക്കായി വേദിയും പന്തലും ഒരുക്കിയ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മാനേജർ കൃഷ്ണകുമാർ, സ്റ്റേജ് നിർമ്മിച്ച മുളന്തുരുത്തി സ്വദേശി ബെന്നി, മൃദംഗ സിഇഒ ഷമീർ അബ്ദുൾ റഹീം എന്നിവരെ ഇന്നലെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അശ്വിൻ പാലാഴി നമ്മളൊപ്പം ഇന്ന് വെളിഗ്രൗണ്ടിനടുത്തുണ്ട്. നമുക്ക് അശ്വിനോട് ചോദിക്കാം. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അപ്പം എംഎൽഎയുടെ ഒരു സ്ഥിതി, ആരോഗ്യസ്ഥിതി എന്താണെന്ന് ആദ്യം പറഞ്ഞു തുടങ്ങാം, പിന്നെ കേസ് എങ്ങനെ പോകുന്നു എന്നുകൂടി അറിയണം. അപ്പോൾ എന്താണ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത്? ഈ അബോധാവസ്ഥയിലാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ എപ്പോഴായിരിക്കും ഇന്നിറങ്ങാം? നമുക്ക് ഇന്നും ആശ്വസിക്കാൻ കഴിയുന്നൊരു വാർത്ത അവിടെ നിന്ന് ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു വസ്തുത. കാരണം തലച്ചോറിനും ശ്വാസകോശത്തിനുമാണ് പ്രധാനമായും പരിക്കേറ്റിരിക്കുന്നത്. അത് മാറ്റിയെടുക്കാനുള്ള ചികിത്സകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എംഎൽഎ ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. അപ്പോൾ ഈ ബോധം വീണ്ടെടുക്കാനുള്ള ചികിത്സ ഇന്നലെ മുഴുവൻ സമയം നൽകിയെങ്കിൽ അതിലൊരു ഗുണമുണ്ടായില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. ഒപ്പം ഇന്ന് 10 മണിയോടുകൂടി മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട്. അതിൽ അവർ ഇന്നലെ 2 ദിവസമായി നടത്തുന്ന ചികിത്സ, അതിൽ വെന്റിലേറ്ററിൽ നിന്ന് പൂർണ്ണമായി മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. പ്രധാനമായും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ അല്ലാതെ കഴിയാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. പക്ഷേ നിലവിൽ അതിനുള്ളൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇന്നലെ രാത്രിയും ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇന്നലെ രാത്രി മാറ്റമുണ്ടായോ എന്നുള്ളതാണ് ഇന്ന് 10 മണിക്ക് വരുന്ന മെഡിക്കൽ ബുള്ളറ്റിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ഒപ്പം നിലവിൽ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 പേരുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നത് പ്രധാനപ്പെട്ട ആളുകളാണ്. അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് നിലവിലുള്ളത്. അതുകൂടാതെ ഇതിൻ്റെ MD ആയിട്ടുള്ള നികോഷ് കുമാർ എന്ന വ്യക്തി ഉൾപ്പെടെ 2 പേർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് തേടിയിട്ടുണ്ട്. ഈ അപകടം ഉണ്ടാക്കിയത് മാത്രമല്ല ഇപ്പോൾ കേസായിട്ടുള്ളത്, ഇതിന് പിന്നിൽ, ഈ പരിപാടി നടത്തിയതിന് പിന്നിൽ ഒരു വലിയ പണപ്പിരിവ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ള വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നുണ്ടല്ലോ. അപ്പോൾ അതും എങ്ങനെയാണ് പോലീസ് നോക്കുന്നത്? നിലവിൽ അതുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇന്നലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. ആ പരാതി ലഭിക്കുന്ന അടിസ്ഥാനത്തിൽ ഇതിൽ പരിശോധന ഉണ്ടാകുമെന്ന് കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ മാതാപിതാക്കളൊക്കെ അത് റിട്ടേൺ കംപ്ലൈൻ്റ് ആയി പോലീസിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. അങ്ങനെ കൊടുത്താൽ തീർച്ചയായും അതിൽ അന്വേഷണം ഉണ്ടാകും. ഒരു വലിയ തട്ടിപ്പാണ് ഇതിന്റെ പിന്നിൽ നടന്നത് എന്നൊക്കെയാണ് ഈ രക്ഷിതാക്കളും അവിടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ ആരോപിക്കുന്നത്. എന്തായാലും അത് പരാതിയായി അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ. സർക്കാരിന്റെ പരിപാടിയാണ്, സർക്കാരുമായി ചേർന്ന് നടത്തുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു വാദം. അപ്പം ഇവരെ കൺവിൻസ് ചെയ്യിക്കാൻ, ഇവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാനായിട്ട് പല തന്ത്രങ്ങളും ഇവർ ഉപയോഗിച്ചിരുന്നു. അതെല്ലാം പോലീസിന് മുന്നിലുണ്ട്. പക്ഷെ ഇതൊരു പരാതിയായിട്ട് വരുന്ന മുറയ്ക്ക് അതിൽ MLA ഒക്കെ പങ്കെടുക്കുമ്പോൾ അത് സ്വാഭാവികമായി അങ്ങനെ ഒരു ചടങ്ങാണെന്ന് സാധാരണക്കാർ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ആളുകളെ വിശ്വസിക്കും. കേരളത്തിലെ 2ാമത്തെ അല്ലെങ്കിൽ കേരളത്തിൽ ഇനിയിപ്പം 1ാമതാകാൻ പോകുന്ന വേൾഡ് റെക്കോർഡ് എന്നുള്ള ഒരു നിലയിലൊക്കെയാണ് ആളുകളെ വിശ്വസിപ്പിച്ചിരുന്നത്. ഇതിൽ കുറഞ്ഞ എണ്ണം ആളുകളാണ് മുൻപ് നടന്ന പരിപാടിയിൽ പങ്കെടുത്തത്. അതിലും ഇരട്ടിയോളം ആളുകളെ നമ്മൾ പങ്കെടുപ്പിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളും ഇതൊക്കെയാണ് അവരോട് പറഞ്ഞത്. എന്തായാലും അതെല്ലാം മാറി ഇനിയിപ്പോൾ അന്വേഷണം വന്നാൽ എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളതൊക്കെ പുറത്തു വരും. അന്വേഷണം പരാതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പോലീസ് പറയുന്നത്. ഇനിയിപ്പോൾ ഉമാ തോമസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഏത് രീതിയിലുള്ള ചികിത്സയാണ് നൽകുന്നത്? ഇപ്പോൾ ഈ പല സ്ഥലങ്ങളിലും ഒടിവ് സംഭവിച്ചിട്ടുണ്ട്, മുഖത്തടക്കം കാര്യമായ പരിക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിൽ ആശ്വാസമായത് എന്താണ് പറയുക, ഒരു പ്രശ്നങ്ങൾ കുറവാണ്. പക്ഷെ ശ്വാസകോശത്തിലെ ആ നീർക്കെട്ട് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഇന്നലെ അത് കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഡേ ആയതുകൊണ്ട് ഇഞ്ചുറീസ് ഒന്നും ഇല്ലായിരുന്നു. ഈ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള സംഘം തന്നെയാണല്ലേ ഇപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു നേതൃത്വം നൽകുന്നത്? അവരുടെ പൂർണ്ണമായ നിരീക്ഷണമുണ്ട്. ട്രീറ്റ്മെന്റിന്, ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നതും അവരാണ്. അതേസമയം തന്നെ റണൈ മെഡിസിറ്റിയിലെ വിദഗ്ധരായ ഡോക്ടർമാരും പൂർണ്ണസമയം നിരീക്ഷണത്തിലുണ്ട്. അങ്ങനെ വലിയൊരു മെഡിക്കൽ ടീം ഈ ഉമാ തോമസ് MLAയുടെ ആരോഗ്യം നിരീക്ഷിക്കാനും ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഈ ശ്വാസകോശത്തിലെ പ്രശ്നം, ഈ വാരിയല്ലുകൾ ഒടിഞ്ഞു കുത്തി കയറി എന്നുള്ളതാണ് പ്രശ്നം. അത് പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അതിൽ ചികിത്സയ്ക്കുള്ള എല്ലാ മാർഗങ്ങളും അവർ തേടുന്നുണ്ട്. ശരി, അപ്പോൾ എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തമായി നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. അശ്വിനിലേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് എത്താം.